കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് കേസിൽ പ്രതിയായവരുടെ പേരിൽ കൊലപാതക കുറ്റം കൂടി ഉൾപ്പെടുത്തണമെന്ന് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. റാഗിങ്ങിനിരയായ ഗ്ലെൻമേരി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ വീട്ടിൽ സന്ദർശനം നടത്തവെയാണ് എംപി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കുടുംബത്തിന് നിയമസഹായത്തിനായി പിന്തുണ അറിയിക്കുന്നതായും എംപി പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിനിരയായ ഗ്ലെൻമേരി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ വീട്ടിലാണ് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എംപി എന്നിവർ പ്രാദേശിക നേതാക്കൾക്കൊപ്പം സന്ദർശനം നടത്തിയത്. റാഗിങ്ങിന് ശേഷമുണ്ടായ തുടർ നടപടികളിലെ വീഴ്ചകളെക്കുറിച്ച് വിദ്യാർത്ഥിയുടെ കുടുംബം എംപിയോട് വിശദീകരിച്ചു. നിങ്ങളോട് പറ്റിയല്ല, ഞാൻ വേറെ എം പി എല്ലാം തന്നെ ഞാൻ ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചോണ്ട് വരണം. നിങ്ങൾ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ ഇതായിട്ട് പറയുന്നില്ല, എന്തുകൊണ്ട് പ്രധാന പറ്റില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച 11 മണിക്ക് മെഡിക്കൽ എടുക്കുന്നത് എത്ര ദിവസം കഴിഞ്ഞ് എന്നാലോചിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റിയെന്ന് പറ, അല്ല ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളാന്ന് പറഞ്ഞപ്പോൾ പിന്നെ പിറ്റേ ശനിയാഴ്ച നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് വിടുന്നത്. ഞാൻ ഇവിടെ നിന്ന് നടന്നിടന്ന് തൊണ്ടയെല്ലാം അടഞ്ഞു പോയൊരു കാര്യക്കാർ. റാഗിംഗ് കേസിൽ പ്രതിയായവരുടെ പേരിൽ കൊലപാതക കുറ്റം കൂടി ഉൾപ്പെടുത്തണമെന്നും തുടർ നടപടികളിൽ കുടുംബത്തിനൊപ്പം ഉണ്ടാവുമെന്നും എംപി അറിയിച്ചു. എംപി ഡീൻ കുര്യാക്കോസ്, ജെബി മേത്തർ എംപി എന്നിവർക്കൊപ്പം INTUC സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ PK രാജൻ, കോൺഗ്രസ് പീരിമേട് മണ്ഡലം പ്രസിഡന്റ് K രാജൻ, ന്യൂനപക്ഷ സെൽ ജില്ലാ പ്രസിഡന്റ് നിക്സൺ ജോർജ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ C യേശുദാസ്, CK അനീഷ്, പഞ്ചായത്ത് അംഗം E ചന്ദ്രൻ എന്നിവരും ഭവന സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പീരിമേട്.